ഓഗസ്റ്റ് മാസം 25-ാമത്തെ ദിവസമായ ഈ മാസത്തിന്റെ അവസാനത്തെ സഭാരാധനയ്ക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം നമ്മെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ ആഴമായ സ്നേഹത്തിന് ദൈവത്തിന് കരുതലും ആ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. വളരെ ബന്ധപ്പെട്ട യാത്രകൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ വാത്സല്യ ജിൻ ബ്രദറും ഗിബൻ ബ്രദറും ഇന്ന് രാവിലെ അവർ സന്തോഷം കടന്നൊരു വഴിയാക്കി അവർക്ക് ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് സ്വർഗസ്ഥ പിതാവാം ദൈവം മറുപടി കൊടുത്തതുണ്ട്. സഭയുടെ ഭാഗ്യ സന്തോഷമായി നിൽക്കുവാൻ തക്ക കടന്നൊരു വഴിയാക്കി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ആരാധനയ്ക്ക് ഹർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് മാനിക്കട്ടെ. വിശേഷാൽ ആമേ നമ്മുടെ സജി ബ്രദർ അത്യാവശ്യമായിട്ടുള്ള ഒരു വർക്കുണ്ട്, മാക്സിമം എത്താൻ തക്കവെന്ന് പറഞ്ഞു. തൻ്റെ കൂടെ നിന്ന സ്തോത്രം സലൻ രാജ് ചില കാരണങ്ങളാൽ മാറിപ്പോകേണ്ടി വന്നു. എന്നാൽ ആ സ്ഥാനം കൂടി തനിക്ക് അനുഗ്രഹിക്കേണ്ട, അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം ഓർപ്പിച്ചു. എങ്കിലും പ്രിയ സഹോദരൻ കർത്താവ് തക്ക സമയത്ത് കൊണ്ടുവരുവാൻ നിയോഗം തോന്നട്ടെ. കർത്താവിന് എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ വന്ദനം അറിയിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാവിലെ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ നിറഞ്ഞ ഹൃദയത്തോടെ ആനന്ദിപ്പാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. ഇന്ന് രാവിലെ കർത്താവിന്റെ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നമുക്ക് നീങ്ങാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. 1 Corinthians chapter 3 verses 23 വായിച്ച സ്തോത്രം. ഈ 3-ന്റെ 23-ാമത്തെ വാക്യം. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, അടുത്ത ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഒന്നുകൂടി വായിക്കാമോ? നിങ്ങളോ, എല്ലാം ചേർന്ന് പറയാമോ? വാതൊന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ട് ഒരു അങ്ങനെയുള്ളവരല്ലെന്നുള്ള ചിന്തയിലാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വാ തുറന്ന് പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ഞാൻ, ഒന്നുകൂടെ ഞാൻ, അടുത്ത ക്രിസ്തു. വാ തുറന്ന് ഉറക്കെ പറയാം. ഞാൻ ആരാ? ക്രിസ്തുവിനുള്ളവൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന് ഉള്ളവൻ. ക്രിസ്തു ദൈവത്തിന് ഉള്ളവൻ എന്ന വാക്ക് സ്തോത്രം. വളരെ ഗൗരവത്തോടുള്ള ഒരു വെളിപ്പാടാണ്. അതിന്റെ ശക്തിയേറിയ ദൂതാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമുക്കിന്ന് ചെയ്യേണ്ട മീറ്റിംഗ് ഉള്ളത് അതല്ല നമ്മുടെ പ്രധാനമെങ്കിലും ദൈവദൂതകൾ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നീങ്ങാം. വിശുദ്ധ ബൈബിളിനകത്തുള്ള തർജ്ജമ ലേഖനം എന്ന് പറയുന്ന ലേഖനത്തിൽപ്പെട്ട ലേഖനമാണ് കൊരിന്ത്യർ ലേഖനമെന്ന് നമുക്ക് വചനത്തിന്റെ പഠിക്കുന്ന വ്യക്തിക്ക് അറിയാം. ദൈവത്തിന്റെ ദാസനായ പൗലോസിന്റെ മിഷണറി യാത്രയുടെ 2ാം മിഷണറി യാത്രയിൽ താൻ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ ശക്തമായ ദൈവത്തിന്റെ കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി ലേഖനമ്പോൾ തന്റെ 1ാം മിഷണറി യാത്ര, 2ാം മിഷണറി യാത്രയിലെ 1ാം മിഷണറി യാത്രയുടെ തുടക്കത്തിൽ ഉള്ള 18 മാസം താമസിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് കൊരിന്ത്യ ദേശത്തിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, തർജ്ജമ ലേഖനം എന്ന ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം എന്നീ 3 ലേഖനങ്ങൾ പൗലോസിന്റെ തർജ്ജമ ലേഖനമാണ്. തർജ്ജമ എന്ന വാക്ക് പറയുമ്പോൾ ഓർത്തോണം, ചില റീറൈറ്റ് ചെയ്യേണ്ട തെറ്റായ ധാരണകൾ വരുമ്പോൾ അത് തെറ്റാണെന്നും ഇതാണ് ശരിയെന്നും ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം എഴുതുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനവും കൊരിന്ത്യ ലേഖനവും എബ്രായ ലേഖനം എന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വിശുദ്ധ ജീവിതത്തിന് വിരുദ്ധമായിട്ട് പൊങ്ങി വന്ന, അല്ലെങ്കിൽ ദൈവിക പ്രമാണത്തിൽ നിന്നുകൊണ്ട് അവകാശങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ജനത്തെ ഉപദേശിച്ച് നിർത്തുവാൻ തക്കവണ്ണം വളരെ ഗൗരവത്തോടുകൂടെ പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ ഓർപ്പിക്കുന്നു. 16 അധ്യായമാണുള്ളത്. 437 വാക്യമുണ്ട്. ഈ 437 വാക്യങ്ങളും നാം സവിസ്തരം പഠിച്ചു കഴിഞ്ഞാൽ ദൈവ ജനത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുവാൻ പിശാചും മനുഷ്യനും ഒരുപോലെ തന്ത്രങ്ങൾ മെനയുമ്പോൾ ആ തന്ത്രത്തെ സൂക്ഷിച്ച് മനസ്സിലാക്കി ഗൗരവത്തോടെ നീങ്ങുവാൻ കഴിയാണ് പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ ഉദ്ദേശിക്കുന്ന വാക്ക്. എന്റെ വെളിപ്പാട് അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പിൽ പറഞ്ഞ ചില ഉദാഹരണങ്ങളാകും. സ്തോത്രം. ഗ്രീസിലെ ഏറ്റവും ഒരു പുരാതനമായ പട്ടണമാണ് കൊരിന്ത്യ പട്ടണം. വളരെ ബിസിനസ്സുകാരുടെ ഏരിയ ആകുന്നു. സമ്പത്ത് കൊണ്ട് മൂടപ്രദേശമാണ്. ബുദ്ധിമാന്മാരാണ് ഈ കൊരിന്ത്യ പട്ടണം താമസിച്ച ദേശം. പക്ഷെ ബുദ്ധിയും സമ്പത്തും കായിക ബലം ഒക്കെ കൊണ്ട് പുതിയപ്പെട്ടപ്പോൾ ധാർമ്മിക ജീവിതത്തിന്റെ ശക്തി എന്തെന്ന് അവർക്ക് തന്നെ ബോധ്യമില്ലാതെ വണ്ണം
ധാർമ്മിക ജീവിതത്തിന്റെ നിന്നും അവർ അകന്നു മാറിയിട്ട് ദുർമാർഗങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട ദിശയിൽ ഈ പട്ടണം മൂടപ്പെട്ടു പോയപ്പോൾ ആ പട്ടണം ഉദ്ധരിപ്പാൻ തക്കവണ്ണം അക്വിലാവിനോട് പ്രിസ്കില്ലയോടും ചേർന്നുകൊണ്ട് 18 മാസം ഈ പട്ടണത്തിൽ പാർത്തുകൊണ്ട് അവിടുത്തെ ശുഷ്കിച്ച അവസ്ഥ മനസ്സിലാക്കി അതിന് കാരണക്കാരൻ നിൽക്കുന്ന പിശാചിനെ ബോധ്യപ്പെട്ട് അതിനെ കെട്ടുപൊട്ടിച്ച് പട്ടണത്തിൽ സഭ സ്ഥാപിപ്പാൻ കാരണമായി. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഒന്നുകൂടി ആമേൻ പറയാമോ? ഞാൻ ഈ വാക്ക് വെച്ചൊരു വാക്കുകൂടി പറയാം. പ്രാർത്ഥനക്കാരെ കൊണ്ട് കുടുംബം നന്നാകത്തുള്ളൂ. പ്രാർത്ഥനക്കാരെ കൊണ്ട് ദേശം നന്നാകത്തുള്ളൂ. പ്രാർത്ഥനക്കാരെ കൊണ്ട് മാത്രമേ പട്ടണം നന്നാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, നീ എഫെസോസിൽ പാർക്കണമെന്ന് തീമോഥെയോസിനോട് പൗലോസ് പറയേണ്ട കാരണം, നീ എഫെസോസിൽ പാർത്തെങ്കിൽ മാത്രമേ എഫെസോസിൽ ഇനി ഒരു ദുർനടപ്പും ഒരു അശുദ്ധിയും അതിന് കാരണമായ പിശാചും പ്രവേശിക്കാതിരിക്കണമെങ്കിൽ വിശുദ്ധിയോടെ നിൽക്കുന്ന നീ താമസിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. കാര്യങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം കൂടി കർത്താവിന് കൊടുക്കാമോ? ഇന്ന് ഈ ദൂതിന്റെ പശ്ചാത്തലം ദൈവമക്കൾ ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏത് ലെവലിലാണ് ഉയർത്താൻ പോകുന്നതെന്നും എന്റെ ഉത്തരവാദിത്വം എന്തെന്നും ഇന്ന് ഈ ദൂത് വെച്ച് നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. കാര്യങ്ങൾ ഉയർത്തി കർത്താവ് ഒരു പ്രാവശ്യം കൂടി സ്തോത്രം ചെയ്യാമോ? ഇനി ഒരു വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെയും ചിന്തിച്ച ഒരു വാക്കാണ്, ഈ സമ്പത്ത് കൂടിയാൽ പിന്നെ അനുസരണം ഇല്ല. സമ്പത്ത് കൂടിയാൽ പിന്നെ ആരെ അംഗീകരിക്കാൻ തക്കവണ്ണ സാധ്യതകളും ഇല്ല. അതുകൊണ്ട് അധികം സമ്പത്തും വേണ്ട, അധികം താഴോട്ടും കൊണ്ട് ദരിദ്രരാകണ്ട. ഇതിന് ഇടയ്ക്കൊരു സ്ഥലമുണ്ട്. ഈ ഇട സമയമാണ് നമ്മുടെ ആത്മീയം കൂടെ നമ്മുടെ ധാർമ്മിക ജീവിതവും. അമ്മയെ എങ്ങനെ മാനിക്കാം, അപ്പനെ എങ്ങനെ മാനിക്കാം, സഹോദരങ്ങളെ മാനിക്കാം, സമൂഹത്തെ എങ്ങനെ മാനിക്കാം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇടത്തര ലെവലിൽ പോയെങ്കിൽ മാത്രമേ കഴിയൂ. അതുകൊണ്ട് എന്നെ സമ്പന്നനാക്കണമേ എന്ന് കയറി ചാടി കയറി പറഞ്ഞേ അതുകൊണ്ടോ അനിൽ അംബാനിയെ പോലെയും മുകേഷ് അംബാനിയെ പോലെയും അദാനി ഗ്രൂപ്പിനെ പോലെയൊക്കെ ആക്കി തീർക്കണമേ കർത്താവ് എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ടു പോകും. നാം ശാപം എന്ന പദത്തിലേക്ക് വിധേയപ്പെടേണ്ടി വരും. അത് വരാതിരിക്കാനാണ് ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് ഓർപ്പിച്ച കാരണമാക്കുന്നത്. അതുകൊണ്ട് അല്പം ദാരിദ്ര്യം നല്ലതാണ്. പറഞ്ഞേ, അല്പം ഇല്ലായ്മ പറ സിസ്റ്റർ, അല്പം ഇല്ലായ്മ നല്ലതാണ്, അല്പം കടം നല്ലതാണ്, അല്പം പട്ടിണിയൊക്കെ നല്ലതാണ്. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു അല്പം കൂടി ധാർമ്മിക മൂല്യത സൂക്ഷിക്കാൻ തക്കവണ്ണം നമുക്ക് പറ്റുന്ന വാക്ക്. ഞാൻ ആ വാക്ക് ഈ ദൂത് വെച്ച് പറയുമ്പോൾ ഓർത്തോണം, ഈ ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ടു പോയി സഭയ്ക്കകത്ത് അധാർമികത കയറി വന്നു. അതിനെ റീറൈറ്റ് ചെയ്താണ് ഈ ലേഖനം പറഞ്ഞ വാക്ക്. ഞാൻ അതിൻ്റെ വിശേഷമായ വെളിപ്പാടിലേക്ക് നീങ്ങുന്നില്ല. അതിനകത്ത് നിന്നും 2-3 പദങ്ങൾ മാത്രം ഈ ദൂതുമായിട്ട് ബന്ധപ്പെട്ട് ഓർപ്പിച്ചിട്ട് ഈ വിഷയത്തെ ഒന്ന് നന്നായിട്ട് ബോധ്യപ്പെടുത്തുവാൻ കർത്താനാമത്തിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, വായിച്ചാട്ടെ ഒരു വാക്യം. ആമേൻ. പ്രശ്നത്തിന്റെ മേൽ ഒരു ചെറിയൊരു വിഷയമായി കടപ്പെടുന്നുണ്ട്, അത് മാത്രം ഒന്ന് ബോധ്യപ്പെടുത്താം. ഈ കൊരിന്ത്യർ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ 3-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചാട്ടെ. 1 മുതൽ 3-ാമത്തെ വാക്യം വരെ പ്ലീസ് വായിച്ചേ. എന്ന പോലെയല്ല, പക്ഷെ ഇങ്ങനെ അല്ലല്ലോ അവൻ നേരത്തെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ ജസ്റ്റ് അറിവിന് വേണ്ടി 1-4 മുതൽ വായിച്ചു. നിമിത്തം നിങ്ങളെ കുറിച്ച് പണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ദൈവജനത്തെ ഓർത്ത്, ദൈവസഭയെ ഓർത്ത് നന്നായിട്ട് സ്തോത്രം ചെയ്തു. പക്ഷെ സ്തോത്രം ചെയ്ത് അവരെ കുറിച്ച് അഭിമാനത്തോടുകൂടെ തലപൊക്കി നിന്ന പൗലോസ് പിന്നെ ഒരു വാക്ക് പറയുന്നു, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആത്മീകരോട് സംസാരിക്കുന്ന പോലെയല്ല സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത്, ജഡീകന്മാരോട്, വിശേഷ ശിശുക്കളോട് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. നോക്കണം എന്ത് വന്നതുകൊണ്ടാ? ആത്മീകം പോയിട്ട് ഭൗതികം കയറി വന്നപ്പോൾ ഭൗതികം ആരെ വിഴുങ്ങി? ആത്മീകതയെ വിഴുങ്ങി. ഒന്ന് ആമേൻ പറഞ്ഞേ. എന്ത് വന്നപ്പോൾ? ഭൗതികം വന്നപ്പോൾ എന്ത് വിഴുങ്ങി? ആത്മീയ വിഴുങ്ങി. ഇപ്പോൾ ആത്മീകമല്ല പൊങ്ങി നിൽക്കുന്നത്,
ഭൗതിക പൊങ്ങിരുന്നപ്പോൾ ആ ഭൗതികത്തിന്റെ കൂടെ ജഡീക ശക്തി പൊങ്ങി വന്നു. ഈ ജഡീക ശക്തി പൊങ്ങി വന്നപ്പോൾ സ്തോത്രം, അവനെ ഓർത്ത് സ്തോത്രം പറഞ്ഞ പൗലോസ് പിന്നെ പറയുന്നു, നിങ്ങളെ ഓർത്ത് സ്തോത്രം പറയാൻ തോന്നുന്നില്ല, നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് ആത്മീക ഭാഷ വരുന്നില്ല, കഠിന വാക്കാണ് നിങ്ങളെ ഓർത്ത് സംസാരിക്കാൻ വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ ദൈവസഭയോടും തലമുറകളോട് ദൈവത്തോട് പറയാം, ദൈവം നമുക്ക് നന്മ തരുമ്പോൾ, ഉയർച്ച തരുമ്പോൾ, നേട്ടം തരും, വിശാലത തരുമ്പോൾ, എന്തെല്ലാം നേട്ടങ്ങൾ കൂടി നാം യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ ആത്മീക നഷ്ടപ്പെടുന്ന ഒരു നന്മയും നമുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ആത്മീയതയെ വിഴുങ്ങുന്ന ഒരു ഉയർച്ചയെ നമുക്ക് വേണ്ട എന്ന് വയ്ക്കുന്നുവെങ്കിൽ, സ്വർഗം നമ്മോട് പ്രസാദം തോന്നും. കരമരിച്ചു ആത്മാവിൽ പറയാമോ, ദൈവമേ, എന്നെ ആത്മീക വിഴുങ്ങുന്ന ഒരു ഉയർച്ച എനിക്ക് വേണ്ട, എന്നെ ആത്മീക നഷ്ടപ്പെടുത്തുന്നതായ ഒരു ഉയർച്ച എനിക്ക് വേണ്ട, എന്റെ ആത്മീയതയ്ക്ക് മുൻപന്തി കൊടുക്കുന്നതായ ഉയർച്ച മാത്രം എനിക്ക് മതിയെന്ന് ഞാൻ പറയുന്നുവെങ്കിൽ, ദൈവം നമ്മോട് പ്രസാദം തോന്നും. സ്വന്തം ഈ പിശാച് പരീക്ഷിക്കുന്നതല്ല ഞായറാഴ്ചയാണ്. പിശാച് പരീക്ഷിക്കുന്നതല്ല, ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്. പക്ഷേ ഒരു അത്യാവശ്യം ഇപ്പൊ പോയില്ലെങ്കിൽ കിട്ടത്തില്ല, പോയേ പറ്റൂ. ഓർത്തോണം, ആ പൈസ 5 പൈസ ഒതുങ്ങത്തില്ല. അന്ന് ലഭിക്കുന്ന 1 രൂപ നിങ്ങൾ പ്രയോജനപ്പെടുത്തില്ല. സഭാരാധന മുടക്കി പ്രാപിക്കുന്ന ഒരു ഉയർച്ചയും അത് ഗുണമാകത്തില്ല. അത് അധപ്പതനത്തിലേക്ക് പോകത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ദൈവത്തിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ നന്മ പ്രാപിക്കൂ. അത് ചെറിയ നന്മയായിരിക്കാം, പക്ഷെ അതിനെ വിശാലമാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. ഞാൻ ഒന്നുകൂടി ആമേൻ സഭയോട് പറയാം, ദൈവത്തിന് പറയാം. ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നു, നിങ്ങളെ ഓർത്ത് ഞാൻ എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടതാണ് എന്ന ആ പദത്തെ ഒരു അഭിഷക്തൻ കർത്തദാസൻ ദൈവത്തിന് വിശ്വാസി ഓർത്ത് എപ്പോഴും സ്തോത്രം പറയുന്നത് പോലെ തന്നെ അവസാനം വരെ സ്തോത്രം പറയത്തക്ക നിലയിൽ നമ്മുടെ ആത്മീകമാകണം. ആത്മീക ജനീകമായി മാറരുത്. ഇനി ജയ്സൺ അതിന്റെ 7ാമത്തെ വാക്യം വായിച്ചേ. 1:7 വാക്യം. അല്ല, ഇങ്ങനെ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 1:7. അപ്പൊ 2 ഇവരാരായിരുന്നു? ഒരു കൃപാവരത്തിലും ഒരാരായിരുന്നു? കുറവില്ലാത്ത പെർഫെക്റ്റ് ബിലീവേഴ്സ് ആയിരുന്നു. സ്വത്രം വളരെ പ്രാഗൽഭ്യമുള്ള വിശ്വാസികളായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അവരെ ഓർത്ത് എന്ത് സ്തോത്രം ചെയ്തത്. പക്ഷെ ഇപ്പോൾ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറയുകയാണ്, എന്തിയ കൃപാവരം, ഞാൻ തന്ന താലന്ത് എന്തി, ഞാൻ തന്ന ഗിഫ്റ്റ് എന്തി, ഞാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളെ ഉയർത്തുവാൻ തക്ക ഞാൻ തന്ന അവകാശം എന്തി, അതെല്ലാം നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് മൊത്തം തകർത്ത് കളഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ഭയത്തോടെ പദം പറയാം, ഉയർച്ച ദൈവം തരും, നന്മ ദൈവം തരും. പക്ഷെ ദൈവം പ്രാർത്ഥന വരെ നൽകിയിട്ടുണ്ട്, ദൈവം നമുക്ക് സംസാരിക്കേണ്ട വരെ നൽകിയിട്ടുണ്ട്, വചനം വായിക്കേണ്ട വരെ നൽകിയിട്ടുണ്ട്, നമുക്ക് വിശ്വാസത്തിന്റെ വരെ നൽകിയിട്ടുണ്ട്, വെളിപ്പാട് കാണേണ്ട വരെ നൽകിയിട്ടുണ്ട്, സ്വപ്നം കാണേണ്ട വരെ നൽകിയിട്ടുണ്ട്. പലവിധമായ വരത്തെ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും ദൈവിക ഉയർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് അറ്റപ്പെട്ടു പോകാതിരിക്കത്തക്കവണ്ണം അതിനെ മുഴുവൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുവാൻ ദൈവമക്കൾ ബാധ്യസ്ഥരാണ്. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. 1-ാം അധ്യായത്തിന്റെ ഞാൻ അതിന് ഒരു വാക്ക് പറഞ്ഞു പോകാം, ഞാൻ പിന്നെ വാക്ക് ചിന്തിക്കാം. ജസ്റ്റ് ഒന്ന് എന്റെ അടുത്ത ദൂതിന് വേണ്ടി മാത്രം ഞാൻ ആ വാക്ക് പറയാം. ഇവിടെ 2-ാമത്തെ വാക്ക്, 1 ജഡികന്മാരായി മാറി. 2-ാമത്തെ വാക്ക് അവർ ജാതികളിൽ നിന്ന് വേർപെടാത്തവരായി മാറി. 3 അവർ ഭിന്നത ഉണ്ടാക്കുന്നവരായി മാറി. 4 അവർ ദുർനടപ്പുകാരായി മാറി. 5 അവർക്ക് പൊതുവിലുള്ള മോറൽ ലൈഫ് അവർ നഷ്ടപ്പെടുത്തി. 6-ാമത്തെ വാക്യം വിശ്വാസികൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾ കേസിനും വഴക്കിനും പോകുന്ന അന്തരീക്ഷമുണ്ടായി. 7-ാമത്തെ വാക്യം അപ്പോസ്തലത്തിനെ ചോദ്യം ചെയ്യുന്ന നിലയിൽ, പൗലോസിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന നിലയിൽ വിശ്വാസികൾ നാവ് തുറക്കുക. ഈ 7 കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്ത് കയറി വന്നപ്പോൾ പൗലോസ് അതിനെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകുന്ന. സ്തോത്രം. കരമുയർത്തി കർത്താവ് സൂചിച്ചാട്ട്
സഭയ്ക്കകത്ത് ഭിന്നത വന്നു, സഭയ്ക്ക് ദുർനടപ്പ് വന്നു, സഭയ്ക്ക് വ്യവഹാരം വന്നു, കുടുംബക്കാർ തമ്മിൽ വ്യവഹാരം നടത്തി, അത് എല്ലാവരും തമ്മിൽ കേസുകൾക്ക് വഴക്കിനും പോയി. അവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷകന്റെ ശുശ്രൂഷയെ പോലും ചോദ്യം ചോദിക്കുന്ന നിലവാരത്തിൽ നാവുകൾ തുറക്കേണ്ടി വന്നു. ഇതെല്ലാം വന്നപ്പോൾ പൗലോസ് പറയുന്നു, സ്റ്റോപ്പ്, നിങ്ങൾ മിണ്ടാതിരിക്കൂ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് നിങ്ങളെ ഭരിക്കത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ സഭയോട് പരിശുദ്ധാത്മാവിൽ ബോധ്യപ്പെട്ട വാക്കാകുന്നു, ക്രിസ്തുവിനുള്ളവർക്ക് അവൻ മറ്റൊരു കെട്ടുകളോ വലിയ സ്വഭാവങ്ങളോ വരാതിരിക്കത്തക്കവണ്ണം അഭിഷേകത്താൽ ഒരു പുതിയപ്പെട്ടവരാണ്. ഒരു പ്രാവശ്യം കരങ്ങളെ അടിച്ചൊന്ന് ആ ദൈവത്തിന് മകത്ത് കൊടുക്കാമോ? ഞാൻ ഇവന്റെ കുടുംബവും ഞാൻ ഇവന്റെ സഭയും അവൻ ക്രിസ്തുവിനുള്ളവരായതുകൊണ്ട് മറ്റൊരു വ്യവഹാരത്തിന്, മറ്റൊരു ഭിന്നതയ്ക്ക്, മറ്റൊരു പാപ സ്വഭാവങ്ങൾക്ക്, മറ്റൊരു ദുർനടപ്പിന് ശക്തികൾക്ക് എന്റെ മേൽ പ്രവേശിപ്പാൻ തക്കവണ്ണം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീക ശബ്ദത്തോടെ നമുക്ക് ഇന്ന് രാവിലെ സ്തോത്രങ്ങൾ തമ്മിൽ കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞത് കൂടുതൽ മനസ്സിലായവരെ ആമേൻ പറയാം. നമ്മൾ ഇവിടെ ഉള്ളവരാണ്, ക്രിസ്തുവിനുള്ളവർ. നമുക്ക് ഇനി ആ ബുദ്ധിക്കാം, വായിക്കാം. ആമേൻ, സ്തോത്രം. റോമാലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. റോമാലേഖനം ആമേൻ അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാം. പ്ലീസ് വായിച്ചാൽ. ക്രിസ്തുവിൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ ആകുന്നു താമസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നിൽക്കുന്നവർ മൊത്തം സത്യം സംസാരിക്കുന്നു, പോഷിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ശ്രദ്ധിക്കൂ, ആ വെളിപ്പാട് കൊടുക്കണം. ക്രിസ്തുവിൽ പാർക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചോളം നിങ്ങൾ ക്രിസ്തുവിൽ എന്ന വാക്ക് പറയുമ്പോൾ ക്രിസ്തുവിൽ താമസിക്കുന്ന വ്യക്തിക്ക് എന്തേ ഉള്ളൂ? സത്യമേ ഉള്ളൂ, എന്തില്ല? പോഷിക്കില്ല. അപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവർക്ക് എന്തേ ഉള്ളൂ മോനെ? പറ, സത്യമേ ഉള്ളൂ. ഇപ്പൊ ക്രിസ്തുവിൽ ഇല്ലെങ്കിൽ പച്ചക്കള്ളം പറഞ്ഞത്. അപ്പൊ വിശ്വാസിക്ക് കള്ളം പറയാൻ പറ്റൂ? പറയാൻ പറ്റൂ? പറയാൻ പറ്റൂ? വിശ്വാസിക്ക് എന്ത് പറയാൻ പാടില്ല? അപ്പൊ കള്ളം പറയുന്ന വിശ്വാസികൾ ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പൊ വിശ്വാസികൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് കള്ളനും അവന്റെ അപ്പനുമാണ്. അപ്പൊ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ മക്കളായി മാറും? ഓട്ടോമാറ്റിക്കലി സാത്താന്റെ മക്കളായി മാറും. അപ്പൊ ഏത് മക്കളുടെ സ്ഥാനം മാറും? ദൈവത്തിന്റെ മക്കൾ എന്ന പദവി മാറിയിട്ട് സാത്താന്റെ മക്കൾ എന്ന പദവി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ദൈവത്തിന്റെ അവകാശങ്ങൾ പ്രാപിപ്പതക്കവണ്ണം നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ പദം ശ്രദ്ധിക്കണം. നീയോ നിങ്ങളോ ഞാനോ എവിടെയായിരിക്കണം? ക്രിസ്തുവിൽ. ഇൻ ക്രൈസ്റ്റ്. സ്തോത്രം. പൗലോസിന്റെ ശുശ്രൂഷയിലെ 164 പ്രാവശ്യം ശക്തിയോടൊപ്പം പദമാണ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനകത്താണ്. ഞാൻ ക്രിസ്തുവിനകത്താണെങ്കിൽ എന്റെ അകത്തുനിന്ന് സംസാരിക്കുന്ന ഭാഷമൊത്തം സത്യത്തിന്റെ ഭാഷയാണ്. സത്യം സംസാരിച്ചു നിൽക്കുന്ന വിശുദ്ധനെ സംബന്ധിച്ചോളം ക്രിസ്തുവിന്റെ അവകാശത്തിന് അവൻ അർഹനാണ്. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ അകത്ത് നമ്മെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പിതാവ് അവകാശം കൊടുക്കുന്ന പോലെ തന്നെ ക്രിസ്തു നമുക്ക് അവകാശം തന്നുകൊണ്ടിരിക്കാം. വചനം പറയുന്ന ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്നാണ്. ക്രിസ്തുവിന് പിതാവ് എന്തെല്ലാം പങ്കാളിത്തം കൊടുത്തിട്ടുണ്ടോ അതേ പങ്കാളിത്തത്തിന് അവകാശി നാം താങ്ങുന്നു. അതുകൊണ്ട് രാവിലെ നമുക്ക് ആത്മാവിൽ പറയാം, ക്രിസ്തു അവൻ സന്തോഷത്തോടെ അവകാശം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ കൂടെ താമസിക്കുന്ന എനിക്ക് ആ ക്രിസ്തുവിന്റെ അവകാശത്തിന് പങ്കാളിയായി മാറും. അതുകൊണ്ട് ഞാൻ ദരിദ്രനായി തീരുവാനോ ശൂന്യത അനുഭവിപ്പാനോ പരാജയം അനുഭവിപ്പാനോ എന്റെ ദൈവം എന്നെ അനുവദിക്കില്ല. കരമുയർത്തി പറഞ്ഞാട്ടെ, സ്വർഗ്ഗം വിശ്വസ്തനാണ്. ക്രിസ്തുവിന്റെ അകത്ത് മാത്രം താമസിപ്പാൻ തക്കവണ്ണം ഇന്ന് രാവിലെ തയ്യാറാകുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ അവകാശത്തിന് നാം തയ്യാറാകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പുറപ്പാട് പുസ്തകം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഈ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിച്ചു. അതിന്റെ അകത്ത് എനിക്കൊരു വെളിപ്പാടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്ത എനിക്കത് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ
ഒന്നാമത്തെ വാക്യം. അത് എനിക്ക് ഒരു ദിവസം ഡീപ്പായിട്ട് പ്രസംഗിക്കാനുള്ള വെളിപ്പാടാണ്. എങ്കിലും ഈ വിഷയം വന്നതുകൊണ്ട് ആ ദൂതൊന്ന് ഞാൻ ഓർപ്പിക്കാൻ അയക്കാതിരിക്കുന്നു. വാക്യ സ്വത്രം വായിച്ചവരൊക്കെ അടുത്ത വാക്യം. മൂന്നിന്റെ ഒന്നാമത്തെ വാക്യമാണോ? 4 ഒന്ന് വായിച്ച് ജേസി. 4 ഒന്നാമത്തെ വാക്യം. അല്ല അതല്ല ഒരു മിനിറ്റ്. 2 ഒന്ന് വായിച്ചു നോക്കി. അതെ റൈറ്റ് താങ്ക് യു. എനിക്കതാവട്ടെ. 2ന്റെ 1 3ന്റെ 1 അല്ല 2ന്റെ 1 റൈറ്റ് വായിച്ചു. അടുത്ത വാക്യം കൂടെ. അടുത്ത വാക്യം കൂടെ. അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ പദം മതി. അവൻ ആരായിരുന്നു? സൗന്ദര്യമുള്ളവൻ. ഞാൻ ആ വാക്യനെ ഒത്തിരി രാത്രി കിടന്ന് ഞാൻ ആ ദൂതിൽ ആലോചിച്ചു. കാര്യം ലേവി ഗോത്രക്കാരൻ, ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു വിശുദ്ധ കന്യയായ ഒരു സഹോദരിയെ വിവാഹം കഴിച്ചു. സ്വത്ര ആ വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹം കഴിച്ച ആ സഹോദരിയിൽ നിന്നും ഒരു പൈതലിനെ കൊടുത്തു. ആ പൈതൽ സുന്ദരനായ പൈതലായിരുന്നു. ആരാ? ലേവി. ലേവി എന്ന് പറയുന്നത് ലേയയുടെ ആരാകുന്നു? പുത്രനാണ്. ലേയുടെ പ്രത്യേകത എന്താകുന്നു? യാക്കോബിന്റെ കണ്ണിൽ മനസ്സിലായോ? യാക്കോബിന്റെ കണ്ണിൽ സൗന്ദര്യമില്ല, പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ. അപ്പോൾ യാക്കോബിന്റെ കണ്ണിൽ സൗന്ദര്യമില്ലാത്ത യാക്കോബിന് ഒരു റിജക്ഷൻ. അവളെ വേണ്ടെന്ന് വെക്കുന്ന, അവൾ വേണ്ട, അവൾ ഉപേക്ഷിച്ചു. അവളോട് സ്നേഹമില്ല, അവളോട് കരുതലില്ല, അവളുടെ അടുക്കൽ പോകില്ല, അവളുടെ കുശലം സംസാരിക്കാറില്ല, അവളുടെ ബന്ധമില്ല. ആ ബന്ധമില്ലാതെ പോയത് കൊണ്ട് അവിടെ നൊമ്പരത്തെ സ്വർഗസ്ഥനായ ദൈവം അറിഞ്ഞു. സ്വർഗസ്ഥ ദൈവം പറഞ്ഞു. എന്താ? അവിടെ അകത്ത് വെളിപ്പെട്ട് വന്ന ആ വേദന, അവിടെ അകത്ത് വെളിപ്പെട്ട ദുഃഖം, അവൻ സന്ദേശം ദൈവത്തോട് ഓർപ്പിച്ചു. ആ ദൈവത്തോട് ഓർപ്പിച്ചിട്ട് ഓർപ്പിക്കുമ്പോൾ തന്നെ ദൈവം അവിടെ നൊമ്പരത്തെ കണ്ടു, അവിടെ കണ്ണിലെ കണ്ണീരും മനസ്സിലാക്കിയിട്ട് ദൈവം പറഞ്ഞ വാക്ക് വെയിറ്റ് ചെയ്യുക. അവൻ ആലയത്തിന്റെ അകത്ത് പാർക്കേണ്ട ഭാഗ്യം നിന്റെ സന്തതിക്കുണ്ടാകും. പോരായെങ്കിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ എന്തൽപ്പിക്കത്തക്കവണ്ണം വിശുദ്ധനായ ഒരു സൗന്ദര്യമുള്ളവന് നിന്റെ കുലത്തിൽ നിന്നും ഒരു വടിയും കൊടുത്ത് ഞാൻ പറഞ്ഞേക്കാം. അവനായിരിക്കും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാസ്റ്റർ, ഏറ്റവും വലിയ നായകൻ, ഏറ്റവും വലിയ കരുത്തനായി നിൽക്കുമെന്ന കാര്യം പണ്ടേ പരിശുദ്ധാത്മാവ് അവൻ കുറിച്ചു വെച്ചു. ഇന്ന് രാവിലെ ഈ ദൈവശബ്ദത്തിന് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനകത്ത് മാത്രം താമസിപ്പാൻ തക്കവണ്ണമാണ് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനകത്ത് മാത്രം താമസിക്കൂ. നമ്മുടെ അകത്തുനിന്ന് ഒരു വിടുതൽ പുറത്തേക്ക് വരിക. അത് ലോകം കണ്ടതിൽ വെച്ചുള്ള എന്റെ ശ്രേഷ്ഠമായ നന്മയായിരിക്കും. കരമരിച്ചു ആത്മാവിനെ ദൂതിനെ പ്രകാശിപ്പിച്ച് പറയാമോ? എന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ആരെങ്കിലും വിടക്കലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ എല്ലാവരും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ അകത്തുനിന്ന് സൗന്ദര്യമുള്ളതിനെ, എന്റെ അതിശ്രേഷ്ഠമായതിനെ, എന്റെ അതിഗാംഭീരമായതിനെ പുറത്തെടുത്ത് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് ശക്തിയുണ്ട്. എത്ര പേർക്ക് സന്തോഷത്തിൽ സ്തോത്രം ചെയ്യാൻ പറ്റും? അത് ഓർത്തോണം. റിജക്ഷൻ നല്ലതാണ് അല്ലേ? പറയാൻ ഉപേക്ഷിക്കുന്നത് പറഞ്ഞാട്ടെ നല്ലതാണ്. അപ്പൊ ഓർത്തോണം, എന്റെ അകത്ത് 4 വരുന്നുണ്ട്, ഒരു സൗന്ദര്യം മുഴുവൻ വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും നാൾ നിന്നും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ കർത്തദാസനും കുടുംബം താമസിക്കാൻ വന്നു. അപ്പോൾ 2 മക്കളുണ്ടായിരുന്നു. അതിനകത്ത് ഒരു മോള് പറഞ്ഞു, പപ്പ എന്ത് സാധനം മേടിച്ചാലും ബ്രാൻഡ് സാധനമേ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബ്രാൻഡ് സാധനം വാങ്ങുന്ന ഈ ദേവദാസന്റെ ഹിസ്റ്ററി ഒന്ന് ഞാൻ ബോധ്യപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, പണ്ട് നേരത്തെ പറഞ്ഞ വാക്കാണ്, ഒന്നുമില്ലാതെ എല്ലാവരും ഉപേക്ഷിച്ച് പെന്തിക്കോസ് പോയതുകൊണ്ട് അടിച്ച് ദൂരം കളഞ്ഞ്
ആരും ഒരു അംഗീകരിക്കാതെ വണ്ണം നിർത്തിയ സ്ഥാനത്ത് അന്ന് വിശ്വസ്തയോടെ ക്രിസ്തുവിനകത്ത് ബലത്തോടെ പാർത്ഥത്തിന്റെ ഒറ്റ കാണത്താൽ ഈ വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിച്ച് കയറി വന്നതുകൊണ്ട് ഉപേക്ഷിച്ച ജനത്തിന് നടുവിൽ ദൈവം മാനിച്ചപ്പോൾ ഇപ്പോൾ സൗന്ദര്യമുള്ള നന്മകളാണ് തന്റെ കയ്യിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഈ 25-ാം ദിവസം ഓഗസ്റ്റ് മാസം 25 ദിവസം ഈ സഭാരാധനയിൽ ഈ ദൂതി കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാ, അതിവേദനയോടുകൂടെ ജീവിച്ച കാലം, അതിവേദനയോടെ അനുഭവിച്ച കാലം, അതിവേദനയോടെ ദുഃഖം സഹിച്ച കാലം ദൈവം ഓർക്കുന്നുണ്ട്. അതിന്റെ നടുവിൽ നിന്നും ദൈവം മടക്കി തരുന്ന നന്മകളല്ല, അതിസൗന്ദര്യമുള്ളത് അതിശ്രേഷ്ഠമായത് മാത്രമേ അവൻ മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ പറഞ്ഞാട്ടെ, എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ സൗന്ദര്യമുള്ള മകനെ വളർത്തിയതാരാ? കുമാരി. ഏത് കുമാരി? രാജകുമാരി. എവിടെ വളർത്തി? കൊട്ടാരത്തിൽ. എത്ര വർഷം? 40 വർഷം. എന്തൊക്കെ പഠിപ്പിച്ചു? സകല അഭ്യാസവും പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, 5 പൈസ ചെലവില്ലാതെ നമ്മളൊരു ബൈബിൾ ക്വിസ് കഴിഞ്ഞാൽ സ്വന്തം മകന് അവൻ പാലൂട്ടി വളർത്തുമ്പോൾ സാലറി മേടിച്ച ശമ്പളം വാങ്ങിയ ആ ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് ആ മകന്റെ അമ്മയാണ്. സ്വന്തം മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം കുഞ്ഞിന് പാലൂട്ടി വളർത്തുമ്പോൾ കൊട്ടാരത്ത് എന്ത് കൊടുത്തു? ശമ്പളം കൊടുത്തു. സ്വന്തം അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യമുള്ള കുഞ്ഞിനെ വളർത്താൻ ആ അമ്മയ്ക്ക് പൈസ കൊടുത്തുവെങ്കിൽ അമ്മ പോലും ബുദ്ധിമുട്ട് സഹിക്കാതെയല്ലേ ആ കുഞ്ഞിനെ വളർത്തിയത്. ഇന്ന് രാവിലെ ഒരമ്മ ദുഃഖം സഹിച്ചാൽ, ഒരപ്പൻ വേദന സഹിച്ചാൽ, ആ തലമുറയ്ക്ക് വരുന്ന 5 പൈസയ്ക്ക് ചെലവില്ലാത്ത പഠനങ്ങളും 5 പൈസ ചെലവില്ലാത്ത ഭാവിയും 5 പൈസ ചെലവില്ലാത്ത ഉയർച്ചകളും തരുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കരമൊന്ന് തട്ടി പറഞ്ഞാട്ട് വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച മാതാപിതാക്കളെ, നിങ്ങളുടെ ഉദരത്തിൽ വന്ന തലമുറയുണ്ടല്ലോ, ആ തലമുറയ്ക്ക് നേട്ടങ്ങൾ വലിയൊരു കൂമ്പാരം ദൈവം തരുമെന്ന് വിശ്വാസത്തോടെ നന്ദി പറയുന്ന ആ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ എവിടെ താമസിച്ചാൽ മതി? ക്രിസ്തുവിൽ താമസിക്കുമ്പോൾ എന്ത് പറയരുത്? കള്ളം പറയരുത്, ഭോഷ്ക് പറയരുത്. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ക്രിസ്തുവിൽ ഞാൻ എന്ത് പറഞ്ഞില്ല? കള്ളം പറഞ്ഞില്ല. പാസ്റ്ററോട് എന്ത് പറയരുത്? ചിലപ്പോഴൊക്കെ അതിന് പറയുന്ന പറയാം. ചിലപ്പോഴൊക്കെ പാസ്റ്ററോട് എന്ത് പറയും? കള്ളം പറയും. ഇനി എന്ത് ചെയ്യരുത്? പറയരുത്. ആരും പരസ്പരം എന്ത് പറയരുത്? കള്ളം പറയരുത്. സ്വതന്ത്രം ചെയ്യുക. അത് ക്രിസ്തു താമസിക്കുന്ന ജനത്തിന്റെ ഒരു ഗുണമല്ലെന്നാണ് ഈ വാക്ക് പറയാൻ കാരണം. സ്വതന്ത്രം. രണ്ട്, ഞാൻ വേഗത്തിൽ പോകാം. എനിക്ക് 13 ഐറ്റംസ് പ്രസംഗിക്കാനുണ്ട്. 13 ഐറ്റംസ് പോകുമ്പോൾ തന്നെ 3 മണിയാകാൻ സാധ്യത കൊണ്ട് സ്വതന്ത്രം വഹിക്കാം. അപ്പൊ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. അവൻ 12-5 റോമാലേഖനം 12-5 വാക്യം വായിച്ചേ. നിങ്ങൾ ക്രിസ്തുവിൻ ഉള്ളവരെന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്. സ്വതന്ത്രം വായിച്ചോ. ഒരു ശരീരമാണ്, അപ്പോൾ നമ്മളെല്ലാവരും അവയവങ്ങളുമാണ്. നിങ്ങൾ നോക്കൂ, ഈ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ പല കുടുംബത്തിൽ, പല മാതാപിതാക്കളാൽ, പല സാഹചര്യത്തിൽ, പല രീതിയിൽ, പല വിദ്യാഭ്യാസങ്ങളിൽ വളർന്നവരാണ്. പക്ഷേ നമ്മൾ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ മുഖം നോക്കി എങ്ങനെയാണ്? പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്ലസ്സി എന്ന് പറഞ്ഞൊരു കുഞ്ഞിൻ്റെ, ആ കുഞ്ഞ് ഡോക്ടറായി, ആ സർട്ടിഫിക്കറ്റ് കൈ വന്നു, പെട്ടെന്ന് കിഡ്നിക്ക് പ്രശ്നമായി, ഡയാലിസിസ് ചെയ്യുന്നു. വളരെ അത്യാഹിത ഇതിലാണ് ആ കുഞ്ഞ് ആയിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ കുഞ്ഞാണ്. ആശോത്രം. ആ കുഞ്ഞിൻ്റെ വിഷയം അറിഞ്ഞ സമയം മുതൽ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരി മേശോത്രം ആ കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല, ജസ്റ്റ് ഫോട്ടോ കേൾക്കുകയും റിപ്പോർട്ട് കേൾക്കുകയും ചെയ്തേ ഉള്ളൂ. അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരു പാസ്റ്ററിന്റെ മകൻ ആക്സിഡന്റായി, മേജർ ആക്സിഡന്റായി, അവന് ഐസിയുക്കകത്ത് ഇപ്പോൾ കിടക്കുന്നു. നമുക്ക് വലിയ വേദനയുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനത്തെ ചില വേദനിക്കുന്ന അന്തരീക്ഷം വരുമ്പോൾ നമ്മുടെ ബന്ധുവല്ല, നമ്മുടെ ചാർച്ചക്കാരല്ല, നമ്മുടെ ഒരു ബന്ധമല്ല, പക്ഷേ ക്രിസ്തു
ക്രിസ്തുവിൽ എന്ന പദം കിടക്കുന്നതുകൊണ്ട്, ആ ക്രിസ്തുവിൽ എന്ന പദം കിടക്കുന്നത് കൊണ്ട് അതേ വേദന നമ്മൾ വരുന്നു, അതേ ദുഃഖം നമ്മൾ വരുന്നു, അതേ ഭാരം നമ്മൾ വരുന്നു. അവർക്ക് അനുഭവിക്കുന്ന അതേ വിഷമം നമുക്ക് വരുന്നുണ്ട്, അവരനുഭവിക്കുന്ന ഇല്ലായ്മ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അറിയാമോ? ഞാനത് വിശാലം പ്രസംഗിച്ചു കഴിഞ്ഞാൽ സമയത്തിൽ പോകും. നമ്മളെ സായിപ്പന്മാരെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഒക്കെ ഇങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് നോക്കി. അവിടെ ക്രിസ്ത്യൻ മിഷണറിമാരെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്ത് ഭാഷ വന്നു? ഏത് ഫോം ഫില്ലപ്പ് ചെയ്യണമെങ്കിലും ഇംഗ്ലീഷിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും. ഇതാരാ വന്നത്? നാം ഇട്ടിരിക്കുന്ന ഈ പാൻറ് ആടെ സാധനമോ? കഴിഞ്ഞ ദിവസം ഒരാൾ നോക്കിയപ്പോൾ കതൽ മണ്ഡപത്തിൽ കയറിയപ്പോൾ ഏതാ മുണ്ടും ജുബയും, പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ടൈയും കോട്ടും. ഞാൻ ചോദിച്ചു, കൊള്ളാമല്ലോ സ്വത്രം. നേരത്തെ ആരായിരുന്നു? കേരള സ്റ്റൈല്, ഇപ്പോൾ ഇംഗ്ലീഷ് സ്റ്റൈലായി. അപ്പോൾ എല്ലാവരും കൊതിക്കുന്ന, ഏത് ഭാഷക്കാർ ഏത് മതക്കാർ കൊതിക്കുന്നൊരു വസ്ത്രമാണ് ഇംഗ്ലീഷുകാരുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ. ഞാൻ അർത്ഥം പറഞ്ഞത്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല്, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ, ഈ എന്ത് ടെക്നിക്കൽ സാധനമെല്ലാം ക്രിസ്ത്യാനിയിൽ കൂടെ അവരെ തലച്ചോറ് കൂടി കയറി വന്ന ഞാൻ ആത്മാവാണ് സ്വത്ര. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞത്, അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിൽ വെച്ച് ലോകത്തിന് ദാരിദ്ര്യം മാറ്റാൻ ഇംഗ്ലീഷ് മിഷണറിമാരെ കൈത്താങ്ങെന്ന് പറഞ്ഞത് ഒരിക്കലും തപ്പിത്തപ്പെടുത്താൻ അത്ര എണ്ണി പറയേണ്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നന്മകൾ വന്നത് മൊത്തം നമ്മുടെ വേദന അവരനുഭവിച്ചു. ഇതാർക്കേ പറ്റൂ സിസ്റ്റർ? ഈ ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? അതല്ലേ? ഇപ്പൊ നമ്മൾ ഒരു വിഷയം ജിനു ഇവിടെ വന്നിട്ടുണ്ട്. ജെനി ബ്രദറിന്റെ കണ്ണുനീരും പ്രാർത്ഥന, അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ അത് നമുക്കറിയാം, നാം കണ്ടതാണ്. അമ്മേ, ഞങ്ങൾ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കുകയില്ല. ജിനു ബ്രദർ ഞങ്ങളുടെ ബന്ധുവോ ചാച്ചക്കാരനോ ഒന്നുമല്ല. ആമേ, സ്തോത്രം. എന്നാൽ അദ്ദേഹം ക്രിസ്തുവിൽ ശരീരത്തിന്റെ അവയവമാണ്. ആ അവയവത്തിന് ഒരു വേദന വരുമ്പോൾ, ആ ശരീരത്തിന് വേദന വരുമ്പോൾ അവയവത്തിന് മൊത്തം ഫീൽ ആകുന്ന പോലെയാണ് ക്രിസ്തുവിൽ താമസിക്കുന്ന ഒരു ദൈവ സമയത്തോളം മറ്റുള്ളവരുടെ വേദനയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് പറ്റുമെങ്കിൽ പൗലോസ് പറയുന്നു, നാം ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളല്ലോ. ഈ രാവിലെ സമയം ക്രിസ്തുവിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മീയമായ ഫെലോഷിപ്പ് ക്രിസ്തുവിൽ ലഭിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെന്ന വാക്ക് പറയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. നിങ്ങളുടെ വേദനയെ, നിങ്ങളുടെ സന്തോഷത്തെ മുഴുവനും ഒരുപോലെ അനുഭവിപ്പാൻ തക്കവണ്ണം സഭയ്ക്ക് പറ്റുമെന്നാണ്. സ്വന്തം ചെയ്യാമോ? നമ്മുടെ വിശ്വാസികൾ പലരും വിവിധമായ പ്രയാസത്തിൽ കൂടി കടന്നുപോയവരുണ്ട്, പോകുന്നവരുണ്ട്. അവരുടെ വിഷയങ്ങളെ നമ്മൾ ഏറ്റെടുത്തത് നമ്മുടെ സ്വന്തം വിഷയത്തെ ഏറ്റെടുത്തത് പോലെയാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം? ശരീരത്തിന്റെ വിവിധമായ അവയവങ്ങൾ, ക്രിസ്തു തലയായി, സഭ ശരീരമായി, അതിന്റെ അവയവങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ആയിരിക്കുമ്പോൾ അത് മുഴുവനും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് ശക്തമായിട്ട് കൂട്ടായ്മ എന്ന പദങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യം. കൂട്ടായ്മയെ കൊണ്ട് മാത്രമേ അവകാശങ്ങൾ പ്രാപിക്കാൻ പറ്റൂ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ വാക്യം ധ്യാനിച്ചപ്പോൾ, നിങ്ങളോ ക്രിസ്തുവിനുള്ളവരെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അകത്തുകൂടി ഒരു തണുപ്പ് ഇങ്ങനെ പോയി. എൻ്റെ അകത്തോടെ ഒരു ഈ തേന് കൂട്ടുന്ന സമയത്ത് കിട്ടുന്ന ഒരു മധുരം എൻ്റെ അകത്തോട് പോയി. ഞാൻ അതിന് ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് എങ്ങനെ പ്രസംഗിക്കും അറിയത്തില്ല. ഞാൻ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം ഇവിടെയാക്കി വെച്ചു, ക്രിസ്തുവിലാക്കി വെച്ചു. എന്തിനെ ക്രിസ്തുവിലാക്കി വെച്ച വാക്ക്? ക്രിസ്തു പിതാവിന്റെ വകയായതുകൊണ്ട് പിതാവ് ക്രിസ്തുവിന് കൊടുത്ത സകല നന്മകളും അവൻ ക്രിസ്തുവിനകത്ത് പാർക്കുന്നവർ പ്രാപിക്കണമെന്നുള്ള വിശാല ഹൃദയം ക്രിസ്തുവിനുള്ളത് കൊണ്ട് അവൻ നമ്മെ അവന്റെ അകത്താക്കി വെച്ചു. ദൈവശബ്ദം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാ, ഞാൻ ക്രിസ്തുവിന്റെ അകത്താണ് പാർക്കുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ സകല അവകാശത്തിന് ഞാനും അവകാശപ്പെട്ട കാര്യമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ.